പല്ല് ഇതുവരെ പൊഴിഞ്ഞിട്ടില്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. പല്ല് പൊഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിൽ അപ്പൊ കേരളത്തിൽ നിൽക്കുന്നതിൽ പല്ല് പൊഴിയാത്തതിൽ ഏറ്റവും വലിയ പോത്ത് ഇപ്പൊ ഇവൻ തന്നെയാണ് നോക്കുകയാണെങ്കിൽ പറയാം. ഇതിന്റെ കാലിന്റെ വീതിയോ കണ്ടോ? ഓ ശരി. ഇവിടെയുള്ള ഈ വീതിയൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. നമ്മുടെ ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയൊരു പോത്ത്, അതായത് വെറും 19 മാസം പ്രായത്തിലെ ഏറ്റവും വലിയ പോത്ത്. അതായത് പല്ലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. 650 കിലോ ഉള്ള ഒരു ഭീമൻ പോത്ത്. നമ്മുടെ ഹരിയാനയിൽ നിന്ന് നമ്മുടെ പീതാംബരൻ ചേട്ടൻ പറഞ്ഞ് വീഡിയോയിലൊക്കെ കണ്ട് ഒരു ലൈനേജ്, അവിടുത്തെ ഒരു അഭിമന്യു എന്ന് പറഞ്ഞൊരു പോത്തിൻ്റെ കുട്ടിയാണിത്. അപ്പോൾ അഭിമന്യുവിൻ്റെ ലൈനയിൽപ്പെട്ട പോത്ത് വേറെ നിലവിൽ കേരളത്തിലില്ല. അപ്പോൾ പ്രായം തന്നെയാണ് ഏറ്റവും വലിയ. 19 മാസം പ്രായത്തിൽ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ പോത്തിനാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിചരണവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എത്തിയിട്ടൊരു 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനോടിടയ്ക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു വളർച്ച എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഓണർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ചേട്ടാ, എത്ര നാളായിട്ട് നമ്മൾ ഇവനെ ഇവിടെ വളർത്തുന്നുണ്ട് വീട്ടിൽ? ഇതിനിപ്പോൾ 8 മാസമായി കൊണ്ടുവന്നിട്ട്. 8 മാസമായി നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ഒരു 650 ഒക്കെ തൂക്കം എത്തിയിട്ടുണ്ട്. 650 പൊക്കത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോത്ത് എത്തിയിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് നേരിട്ട് വീഡിയോയിൽ കണ്ടിട്ട് കൊണ്ടുവന്നതാണ്. ഓ ശരി. മലപ്പുറത്തുള്ള ഫൈസലാണ് ബഫലോക്സിലെ. ഓ ശരി. നിങ്ങളെ വീഡിയോക്കകത്ത് ഹരിയാന ഈ പോത്തിനെ കണ്ടു? ഫോട്ടോ മൂപ്പർ കാണിച്ചു തന്നാ. ഓ ശരി. അപ്പൊ അവിടെ നിന്ന് വീഡിയോ കണ്ടിട്ട് സാധനം ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്ത. തൂക്കത്തിന് എടുത്തല്ല, മൂപ്പർ അല്ലാണ്ട് എത്തിച്ചു തന്നാ. ഓ മോഹവിലേക്ക് എടുത്ത. മോഹവിലേക്ക് എടുത്ത. ഓ ശരി. ഇതിപ്പം ഏത് ബുള്ളിന്റെ കുട്ടി? ഏത്? ഇത് അഭിമന്യു. അഭിമന്യു എന്ന് പറഞ്ഞ ബുള്ളിന്റെ കുട്ടിയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്താണല്ലേ? ഇത് അഭിമന്യുവിന്റെ കേരളത്തിലെ ഒരേ ഒരു ബുള്ള് ഇവൻ തന്നെയാണ്, വേറെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അവിടുന്ന് 11 മാസം പ്രായമുള്ളപ്പോൾ എടുത്താ. 11 മാസം അതിന്റെ വീഡിയോ ഉണ്ടല്ലേ? അപ്പൊ നമുക്കൊന്ന് കാണിക്കാം അതിനകത്ത്. 11 മാസം, 8 മാസം, 19 മാസം ആയിട്ടുള്ളൂ. അതായത് 1.5 വയസ്സ് കഴിഞ്ഞിട്ട്. 2 പല്ല് പാൽപ്പല്ല് പ്രായത്. പാൽപ്പല്ല് പ്രായമാണ്. അപ്പം പാൽപ്പല്ലുണ്ട്. പല്ല് പൊഴിഞ്ഞിട്ടില്ല. കാണിച്ചു തന്നു. പല്ല് ഇതുവരെ പൊഴിഞ്ഞിട്ടില്ലേ? ഓ ഇല്ല. ഓക്കെ ഓക്കെ. പല്ല് പൊഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിൽ അപ്പൊ കേരളത്തിൽ നിൽക്കുന്നതിൽ പല്ല് പൊഴിയാത്തതിൽ ഏറ്റവും വലിയ പോത്ത് ഇപ്പൊ ഇവൻ തന്നെയാണ് നോക്കുകയാണെങ്കിൽ പറയാം. പേരെന്തായിട്ടേക്കുന്നത്? ഇവന്റെ പേര് വറീദ്. ഓ ശരി. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം എങ്ങനെയാണ് ഇവന്റെ കാര്യങ്ങൾ? നിങ്ങൾ ചെയ്യുന്ന തീറ്റയും കാര്യങ്ങളും എല്ലാം? തീറ്റ രാവിലെ 5:30 ആകുമ്പോൾ വയലിൽ കൊണ്ടുപോകും. ഓ ശരി. അത്യാവശ്യം വെളിയിൽ ഇറക്കി കെട്ടുന്നുണ്ട്. 10 മണി വരെ വയലുണ്ടാവും. തൊഴുത്തിലാണ്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടൊരു കുളിയുണ്ട്. ഡെയിലി ഉണ്ട്. ഓ ശരി. ബാക്കി തീറ്റയും കാര്യങ്ങളും? തീറ്റ എന്ന് പറഞ്ഞാൽ 5-8 സൈസ് പൊടി കഞ്ഞി വെച്ച് 2 നേരം കൊടുക്കുന്ന. ഓ ശരി. പുളിയരിയാണോ? പുളിയരി ഉണ്ട്, പുളപ്പൊടി, പുളിപ്പൊടി, തവിട്, കോർമ, ചോളം, മുത്താറി. മാസം ഒരു 10 റുപ്യ മുകളിൽ കയറും. മാസം ഒരു 10,000 രൂപ തീറ്റ തന്നെ വരുന്നുണ്ട്. ഓ ശരി. നേരത്തെ പോത്തിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടായിരുന്നു? നേരത്തെ പോത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. 13 വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട്. 13 വർഷമായിട്ട് പോത്ത് വളർത്തലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഫൈസൽ ഖാന്റെ അടുത്തുനിന്ന് ഈ സാധനം കിട്ടാൻ തുടങ്ങി, ഒറിജിനൽ ഹരിയാന സാധനം കിട്ടാൻ തുടങ്ങിയാൽ. ഓക്കെ. അങ്ങനെ എടുത്തവനെ അല്ലേ? ഓ ശരി. അപ്പൊ നമുക്ക് ഇവനെ ഇപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ്? ഒരു ജസ്റ്റ് ഒരു ഇഷ്ടത്തിന് പുറത്ത് വളർത്താനാണോ, അതോ ആരെങ്കിലും ചോദിച്ചു കൊടുക്കാനാണോ, അതോ പെരുന്നാളിൽ എന്തെങ്കിലും കൊടുക്കാനാണോ? വിൽക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇതിനോടൊക്കെ ആരെങ്കിലും ഇവനെ കണ്ടിട്ട് എന്തെങ്കിലും വില പറയുക എന്തെങ്കിലും ചെയ്തിട്ടില്ല? ഇല്ല, അങ്ങനെ കാണിച്ചില്ല. വില കാണിച്ചിട്ടില്ലല്ലേ? ഓ ശരി. സാറിന് ഇത്ര ഒരു പോത്തിനെയൊക്കെ നിൽക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ വളർത്താൻ ഫാമുകാരൊക്കെ അല്ലേ, അവർക്കൊക്കെ പറ്റിയ പോത്താന്ന് തോന്നുന്നു. നല്ല ഒരു ഫാമിലോട്ടൊക്കെ പറ്റിയ വലിയൊരു പോത്താണ്. 2 വയസ്സ് പോലും ആയിട്ടില്ല. 19 മാസം കറക്റ്റ് ആയിട്ടല്ലേ? 19 മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തില് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും വലിയ പോത്ത്. പല്ല് പറഞ്ഞിട്ടില്ല. അത് ഓർത്തണം, പ്രായമാണ്. ഈ ഒരു പ്രായത്തില് ഈ വലിപ്പം കിട്ടത്തില്ല. കാരണം നമ്മൾ ഇതിനെക്കാട്ടി വലിയ പോത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു പ്രായത്തില് ഒരു ഹൈലൈറ്റ് അല്ലേ? ഇതൊരു ലൈനേജ് ബുള്ളിനെ പോറ്റണമെന്നുള്ളൊരു ആഗ്രഹം. ഓ ശരി. വളർത്താൻ വേണ്ടിട്ട് എടുത്തുള്ളൂ. ഓക്കെ. നമുക്ക് അന്നേരം തന്നെ അത്യാവശ്യം നല്ല ഇറക്കവും നീട്ടവും ഹൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ തന്നെയാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? അല്ല, ഇവിടെ ഉള്ള ചേച്ചിയാ. പണിക്ക് പോകുന്നോണ്ട് രാവിലെ കൊണ്ട് പിന്നെ അവരാണ് പുല്ല് അരിയുന്നു, കൊടുക്കുന്നു, എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പൊ ആരുമായിട്ടും പ്രശ്നമൊന്നുമില്ല? ഇല്ല. ഓ ശരി. ഇതിപ്പോ ആരെങ്കിലും ഇപ്പം ചേട്ടനോട് ഇപ്പൊ വളർത്താനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ കൊടുക്കുമോ? ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു തീരുമാനമില്ല. ഇല്ല. ഇനിയിപ്പോ കൊടുക്കില്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു മോഹവലിയൊക്കെ ആരും പറയുകയാണെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പൊ ഇത് അത്യാവശ്യം നിർത്തുവാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ലൊരു തൂക്കം, ഒരു 10,000 അല്ലേ? ഒരു 1000-1500 കിലോ വരെ നമുക്ക് ഇനി ഒരു 1.5 വർഷം. അതുകൊണ്ടാണ് എടുത്തത്. ആ ഒരു ഇതിന്റെ തന്നെ എടുത്തല്ലേ? ക്വാളിറ്റി കണ്ടിട്ട് എടുത്തത്. അപ്പൊ എന്തായാലും നിർത്തുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ 1,500 രൂപ അല്ലേ? അത് മോളിൽ പോകുന്ന ഒരു പോത്താണ്. അപ്പൊ ഇതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടൻ നമ്പറൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ താല്പര്യമുള്ളവർ വളർത്താനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി, കൊടുക്കുകയാണെന്ന് വാങ്ങിക്കാം അല്ലേ? ഇപ്പൊ എന്തായാലും നിലവിൽ കൊടുക്കുന്നില്ല. ഇതുപോലത്തെ സാധനം എനിക്ക് കിട്ടില്ല. അതാണ് കുഴപ്പമല്ലേ? അതല്ല മോഹവില കൊടുത്ത് ഫൈസൽക്ക് എപ്പോഴും പറയും, ഇത് നമുക്ക് ഇപ്പൊ അങ്ങനെ ഇതിലിട്ടാലേ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം, ഇങ്ങനത്തെ സാധനം കിട്ടത്തില്ല അല്ലേ? അത് നോക്കിയെടുക്കണം അല്ലേ? നോക്കിയിട്ട് എല്ലാ ക്വാളിറ്റി ഒത്ത സാധനം കിട്ടാൻ പാടാം. എല്ലാ കാര്യങ്ങളും ഒത്തിറങ്ങി വരണം അല്ലേ?